മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 88-ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം. ഗച്ഛൻ ദ്വിമൂർത്തിരുഭയോർയുഗപന്നികേതമേകേന ഭൂരിവിഭവൈർവിഹിതോപചാര അന്യേന തദ്ദിനഭൃതൈശ്ച ഫലൗദനാദ്യൈസ്തുല്യം പ്രസേദിത ദദാഥ ച മുക്തിമാഭ്യം. മിഥിലയിൽ പോയി അവിടെ 2 ഭക്തന്മാരാണ്. ഒന്ന് ശ്രുതദേവൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ബ്രാഹ്മണൻ, മറ്റത് ബഹുളാശ്വൻ എന്നുള്ളതായിട്ടുള്ള രാജാവ്. ഈ 2 പേരുടെ അടുത്തേക്കും കൂടിയിട്ടാണ് മിഥിലയിലേക്ക് പോയത്. അവിടുത്തെ മഹർഷിമാരും ഉണ്ട്, അനവധി കൂടെ ഭഗവാന്റെ കൂടെ അനവധി മഹർഷിമാരും ഉണ്ട്. ഈ മിഥിലയിൽ ഇവരെ കാണാനായിട്ട് അവർക്കും കൂടിയും ഇതൊക്കെ ബോധ്യം വരണം എന്നുള്ളതായിട്ടുള്ള തൻ്റെ ഉദ്ദേശം. അത് ഈ മഹർഷിമാർക്കും കൂടി നല്ലപോലെ ബോധ്യം വരണം എന്നുള്ള നിലയിൽ തന്നെയാണ് 2 പേരെ അനുഗ്രഹിക്കാനായിട്ട് മിഥിലാപുരിയിലേക്ക് പോയത് എന്നാണ്. എന്നിട്ട് എങ്ങനെയാണ് പോയത്? ഗച്ഛൻ ദ്വിമൂർത്തിഹി, 2 രൂപം സ്വീകരിച്ചു. 2 കൃഷ്ണന്മാരായി. ഒന്ന് സ്വതയുള്ളതായിട്ടുള്ള കൃഷ്ണനും, അതേമാതിരി നേരത്തെ ഞാനെയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ 16,008 ഭാര്യന്മാരുടെ 16,008 രൂപം കൊണ്ടിട്ട് ആണ് ഓരോരോ ഗൃഹത്തിലും അവരെയൊക്കെ സന്തോഷിപ്പിച്ചും കൊണ്ടിരുന്നിരുന്നത്. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷമമില്ല. ബാക്കിയുള്ളവർക്കും ആ രൂപം കൊടുക്കാൻ അദ്ദേഹത്തിന് വിഷമമില്ല എന്നുള്ളതും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അല്ലേ. വത്സന്മാരെ, പശുക്കുട്ടികളെ, അത് കഴിഞ്ഞ് ഗോപകുമാരന്മാരെയൊക്കെ ബ്രഹ്മാവ് മറച്ചു വെച്ചപ്പോൾ അവരുടെയൊക്കെ രൂപം ധരിച്ചും കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോവുണ്ടായി ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇത്ര രൂപം വേണമെങ്കിൽ ധരിക്കാനായിട്ട് ഭഗവാൻ ആരുടെയൊക്കെ രൂപം വേണമെങ്കിൽ ധരിക്കാനും ഭഗവാൻ ഒരു വിഷമമില്ല. തൻ്റെ ആ ശക്തി കൊണ്ട്, യോഗശക്തി കൊണ്ട് അതൊക്കെ അദ്ദേഹത്തിന് സാധിക്കും. അപ്പം അങ്ങനെ ഇവിടെ മിഥിലയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഈ മഹർഷിമാരുടെയൊക്കെ രൂപം ധരിച്ചു. 2 രൂപമായിട്ട് ദ്വിമൂർത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രമല്ല 2 മൂർത്തി എടുത്തത്. ഈ മഹർഷിമാരെയൊക്കെ 2 മൂർത്തിയാക്കി, 2 ആക്കിയിട്ട് ഒരു സെറ്റ് ശ്രുതദേവൻ്റെ അടുത്തേക്ക്, ഒരു സെറ്റ് ബഹുളാശ്വൻ്റെ അടുത്തേക്ക്, അങ്ങനെയാണ് പോയത് എന്നാണ്. ഗച്ഛൻ ദ്വിമൂർത്തി, 2 മൂർത്തി എടുത്തുകൊണ്ട്, എല്ലാവർക്കും 2 മൂർത്തി എടുത്തുകൊണ്ട് ഉഭയോഹോ നികേതം, 2 പേരുടെ ഗൃഹത്തിലേക്കും പോയി. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കും ഈ ശ്രുതദേവൻ്റെ കുടിലിരിക്കും ആശ്രമത്തിലേക്കും ഒരേ സമയത്ത് പോയി എന്നാണ്. ഉഭയോഹോ യുഗപത് നികേതം, വാസസ്ഥാനത്തേക്ക് ഒരേ സമയത്ത് പോയിട്ട് ഏകേന ഭൂരിവിഭവൈഹി വിഹിതോപചാര, ഏകേന ഒരാൾ, അതായത് രാജാവാണല്ലോ അങ്ങനെ ഉണ്ടാവുക. രാജാവ് ഭൂരിവിഭവൈഹി, ധാരാളം വിഭവങ്ങൾ രാജാവിന് അനുസൃതമായിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ രാജാവ് കൊടുത്തു. വേണ്ട വിധത്തിൽ അങ്ങോട്ട് സൽക്കരിച്ചു രാജാവ്. തനിക്ക് തൃപ്തി വരുവോളം. ഭഗവാന് തൃപ്തി ഉണ്ടോയില്ല എന്നുള്ളതല്ല, ഭഗവാനെ എന്തായാലും തൃപ്തിയാവും. പക്ഷേ രാജാവിന് തൃപ്തിയാവണം. ഭഗവാനെ എത്ര പൂജിച്ചാലും മതിയാവില്ല. അപ്പം അങ്ങനെ തനിക്കുള്ളതനുസരിച്ച് ഭൂരിവിഭവങ്ങളെ കൊണ്ട്, ധാരാളം വിഭവങ്ങളെ കൊണ്ട് ഭഗവാനെ സൽക്കരിച്ചു ഈ രാജാവ്, ബഹുളാശ്വൻ എന്നുള്ളതായിട്ടുള്ള രാജാവ്. ഏകേന ഒരാളാൽ ഭൂരിവിഭവൈഹി, ധാരാളം വിഭവങ്ങളെ കൊണ്ട് വിഹിതോപചാര, ഉപചാരം ചെയ്യപ്പെട്ടവനായി, ഉപചരിക്കപ്പെട്ടവനായി, പൂജിക്കപ്പെട്ടവനായിട്ട്, വിഹിതമായ ചെയ്യപ്പെട്ടതായ ഉപചാരത്തോടു കൂടിയവനായി പൂജ ചെയ്തിട്ട്. പിന്നെ മറ്റേയാളോ അന്യേന, മറ്റേയാൾ അതായത് ശ്രുതദേവൻ എന്നുള്ളതായിട്ടുള്ള ആ ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് വലിയ സമ്പത്തൊന്നുമുള്ള ആളല്ല, പക്ഷെ ഭക്തനാണ്. ഇനി അപ്പോൾ അന്യേന തദ്ദിനഭൃതൈശ്ച ഫലൗദനാദ്യൈഹി, തദ്ദിനഭൃതൈഹി അന്നുണ്ടാക്കിയതായിട്ടുള്ള, അതായത് അന്ന് പെറുക്കി കൊണ്ടുവന്നത് അവിടെ കാട്ടിൽ അല്ലെങ്കിൽ വാസസ്ഥാനത്തിന് ചുറ്റുമുള്ളതായിട്ടുള്ള തദ്ദിനഭൃതൈഹി, അന്നത്തെ ദിനം അന്നത്തെ ദിവസം സംഭരിച്ചതായ ഭൃതം, സംഭരിച്ചത്. തദ്ദിനഭൃതൈഹി, അന്നത്തെ ദിവസം സമ്പാദിച്ചതായിട്ടുള്ള ഫലൗദനാദ്യൈഹി, ഫലങ്ങൾ, പഴങ്ങൾ, ഓദനം ച ചോറ്. ഈ ഫലം, ഓദനം തുടങ്ങിയതൊക്കെ ചോറാവുമ്പോൾ അന്നുണ്ടാക്കിയ ചോറ്. മറ്റത് ഫലങ്ങൾ, അന്ന് പെറുക്കി കൊണ്ടുവന്നത് ആയിട്ടുള്ള ഫലങ്ങൾ, അല്ലെങ്കിൽ അന്ന് അറുത്തു കൊണ്ടുവന്നതായിട്ടുള്ള ഫലങ്ങൾ. അങ്ങനെ തദ്ദിനഭൃതൈഹി, അന്ന് സമ്പാദിച്ചതായിട്ടുള്ള ഫലങ്ങളെ കൊണ്ടും അന്നം മുതലായവ കൊണ്ടും
പൂജിതനായി ഭഗവാനെ സൽക്കരിച്ചു. വിഹിതോപചാര എന്നുള്ളത് ഇങ്ങോട്ട് കൊടുക്കണം. വിഹിതമായ ഉപചാരത്തോടു കൂടി ഭഗവാനെ പൂജിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് അത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഫല ഉദനാദ്യൈഹി, ഫലങ്ങളും അന്നം മുതലായവയും അന്ന് സമ്പാദിച്ചതായിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് പൂജിച്ചു സുതദേവൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വലിയ കേമായിട്ട് സൽക്കരിച്ചു, മറ്റേ ആള് തനിക്ക് പറ്റിയ വിധത്തിൽ അങ്ങനെ ഭഗവാനെ സൽക്കരിച്ചു. പക്ഷെ രണ്ടുപേർക്കും ഭക്തി എന്നുള്ളത് ഒരുപോലെ ഉണ്ടായിരുന്നു എന്നാണ്. തുല്യം പ്രസേദിത, അപ്പം രണ്ടുപേരോടും ഒരേമാതിരി പ്രസാദിച്ചു. ആ രാജാവിനോടും ഈ സുതദേവനോടും ബ്രാഹ്മണനോടും ഒരേപോലെ അദ്ദേഹം രണ്ടുപേരോടും ഒരേപോലെ പ്രസാദിച്ചു എന്നാണ്. തുല്യം പ്രസേദിത ദദാധ മുക്തിമാഭ്യാം, ആഭ്യാം രണ്ടുപേർക്കും, ഇവർക്ക് അതായത് ബ്രാഹ്മണനും രാജാവിനും രണ്ടുപേർക്കും മുക്തിം ഗതിദേദിധ, മുക്തിയെ നൽകി, രണ്ടുപേർക്കും മോക്ഷം കൊടുത്തു. അതായത് ഭഗവാൻ രണ്ടുപേർക്കും ഒരുപോലെ സന്തുഷ്ടനായിട്ട് രണ്ടുപേർക്കും മോക്ഷം കൊടുക്കുകയും ചെയ്തു എന്നാണ്. തുല്യം പ്രസേദിത, ഒരേപോലെ രണ്ടാളോടും പ്രസാദിച്ചു. ദദാധച മുക്തിമാഭ്യാം, അവർക്ക് ആഭ്യാം മുക്തിം ദദാധച, ഇവർക്ക് മുക്തിയെ കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പം അവിടെ ആ ഭക്തി എന്നുള്ളതിനെ മാത്രമേ ഭഗവാൻ നോക്കണുള്ളൂ. അല്ലാണ്ട് ഏത് തരത്തിലാണ് തന്നെ പൂജിക്കണത് എന്നുള്ളത്, എത്ര സമ്പത്തുള്ള ആളായാലും എത്ര ദരിദ്രനായാലും ഭക്തി ഒന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാന് പ്രസാദം ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ ഉറപ്പിക്കണത് അല്ലേ. പുഷ്പം പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി, ആരാണോ എനിക്ക് പത്രമായാലേ വിരോധമില്ല, ഇലയായാലും വിരോധമില്ല, പുഷ്പമായാലും വിരോധമില്ല, ജലം എന്തായാലും ഫലം തോയം എന്നാണ്, ഫലമായാലും പഴമായാലും വിരോധമില്ല, വെള്ളമായാലും വിരോധമില്ല, എന്തായാലും ആ ഭക്തിയോടുകൂടി കിട്ടിയാൽ ഭഗവാൻ പ്രസാദിക്കും എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഇവിടെ ഈ ബ്രാഹ്മണന് വലിയ കേമായിട്ടൊന്നും സൽക്കരിക്കാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനും ഒരേപോലെ മുക്തി കൊടുത്തു. ഈ രാജാവിന് അതിഗംഭീരമായിട്ട് സമ്മാനിച്ചതായിട്ടുള്ളതായിട്ടുള്ള പൂജിച്ച് സൽക്കരിച്ചതായിട്ടുള്ള രാജാവിനും ഒപ്പം മുക്തി കൊടുത്തു. രണ്ടുപേർക്കും ഭക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് രണ്ടുപേരെയും ഒരുപോലെ പ്രസാദിച്ച് രണ്ടുപേർക്കും മുക്തി കൊടുത്തു എന്നാണ് ആ കഥ പറയണത്. ഗച്ഛൻ വിമൂർത്തി, രണ്ട് മൂർത്തി ആയിട്ട് രണ്ട് ശരീരം സ്വീകരിച്ചുകൊണ്ട് ഉഭയോ യുഗപത് നികേതം ഗത്വ, യുഗപത് ഒരേ സമയത്ത് രണ്ടുപേരുടെയും ഗൃഹത്തിലേക്ക് പോയിട്ട് ഏകേന ഭൂരിവിഭവൈഹി വിഹിതോപചാര, ഏകേന രാജാവിനാൽ ഭൂരിവിഭവൈഹി ധാരാളം വിഭവങ്ങളെ കൊണ്ട് വിഹിതമായ ഉപചാരത്തോടു കൂടിയവനായിട്ട് പൂജ ചെയ്യപ്പെട്ടവനായിട്ട്, അന്യേന ആ ബ്രാഹ്മണനാൽ തദ്ദിനഭൃതൈഹി ഫലൗദനാദ്യൈഹി അന്ന് സമ്പാദിച്ചതായിട്ടുള്ള ഫലങ്ങള് ഓദനം തുടങ്ങിയവയെ കൊണ്ട് സൽക്കരിക്കപ്പെട്ടു ബ്രാഹ്മണനാൽ. എന്നിട്ട് രണ്ടുപേർക്കും തുല്യം പ്രസേദിത, തുല്യമായിട്ട് ഒരേപോലെ രണ്ടാൾക്കും പ്രസാദിച്ചു. എന്നിട്ട് ദദാധച മുക്തിമാഭ്യാം, ഇവർക്ക് മുക്തി നൽകുകയും ചെയ്തു എന്ന്. ഭൂയോധ ദ്വാരവത്യം ദ്വിജതനയമൃതിം തത്പ്രലാപാനപിത്വം കോവാ ദൈവം നിരുന്ധ്യാതിഥി കില കഥയൻ വിശ്വവോഢാപ്യസോഢാഃ ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജധിയാ കുണ്ഠിതം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമപദപ്രേക്ഷണേനേതി മന്യേ. ഇനി ഭൂയഃ വീണ്ടും അഥ ദ്വാരവത്യം, ഇനി സന്താനഗോപാലൻ കഥയാണ് അടുത്തത് പറയാൻ പോണത്. അഥ ദ്വാരവത്യാം, ദ്വാരവതിയിൽ ദ്വാരകയിൽ ദ്വിജതനയമൃതിം തൽപ്രലാപാനപി ത്വം, ദ്വിജതനയമൃതിം ഒരു ബ്രാഹ്മണന്റെ കുട്ടികളൊക്കെ മരിച്ചു. ആ ദ്വിജതനയന്റെ മൃതി മരണം, ആ മരണത്തെ കഴിഞ്ഞതിന് ശേഷം തൽപ്രലാപാൻ രാജകൊട്ടാരത്തിൽ വന്നിട്ട് വളരെയധികം സങ്കടത്തോടുകൂടി നിലവിളിച്ചു ആ ബ്രാഹ്മണൻ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴും തൽപ്രലാപാനപി അയാളുടെ ആ നിലവിളി കരച്ചില് അതൊക്കെ ത്വം അസോഢാഹ അങ്ങ് അതൊക്കെ സഹിച്ചു, അതൊക്കെ സാരല്ല എന്ന് പറഞ്ഞ് നിർത്തിയെന്നാണ്. കോവാ ദൈവം നിരുന്ധ്യാതിഥി കില കഥയൻ, എന്താണ് പറയാൻ കാരണം? കോവാ ദൈവം നിരുന്ധ്യ, വിധി മാറ്റാൻ ആരൊക്കെ സാധിക്കുക? കുട്ടികൾ മരിക്കിച്ചു, അത് വിധിയാണ്, അതിനെ മാറ്റാനൊന്നും സാധിക്കില്ല. ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ, രാജകൊട്ടാരത്തിൽ വന്ന് നിലവിളിച്ചതുകൊണ്ട് എന്താ കാര്യം? കുട്ടികളെ മരിച്ചു എന്നുള്ളത് കൊണ്ട് അതായിരിക്കും ആ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പാപത്തിൻ്റെയൊക്കെ ആവും ഫലമാവും ഇങ്ങനെ അനുഭവിക്കുന്നത്.
ദൈവത്തിനെ മാറ്റാനായിട്ട് ആർക്കും, വിധിയെ മാറ്റാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വബോധാഹ അപി അസോഢാഹ, വിശ്വബോധാഹ അപി, ലോകത്തിനെ മുഴുവൻ ഭരിക്കുന്ന ആളാണ്, വിശ്വത്തിനെ മുഴുവൻ ഭരിക്കുന്ന താങ്ങി നിർത്തുന്ന ആളാണ് ആ ഭഗവാന്. എന്ന് വിചാരിച്ചാൽ ഒരു കുട്ടി മരിച്ചു, അതിനെ ജീവിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ, അതിനുള്ളതായിട്ടുള്ള വഴി കാണണം എന്ന് വിചാരിച്ചാൽ ഇത്ര വിഷമമുണ്ടോ? അത് വിഷമമുണ്ടായിട്ടല്ല, അദ്ദേഹം അത് സഹിച്ചില്ല, അദ്ദേഹം സാരമില്ല എന്ന് പറഞ്ഞ് നിർത്തിയെന്നാണ്. വിശ്വബോധാ അപി, വിശ്വബോധാവാണെങ്കിലും വിശ്വത്തിനെ മുഴുവൻ വഹിക്കുന്നവനാണെങ്കിലും, ബോധാഞ്ച വഹിക്കുന്നവൻ, വിശ്വബോധാ അപി, വിശ്വത്തെ മുഴുവൻ വഹിക്കുന്നവനാണ്, നിലനിർത്തുന്നവനാണ്, ഭരിക്കുന്നവനാണ് എങ്കിലും അസോഢാഹ, അതൊക്കെ സഹിച്ചു അങ്ങ് എന്നാണ്. അത് സാരമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ സഹിച്ചു എന്നാണ്. എന്താണ് പറഞ്ഞത്? കോവാ ദൈവം നിരുന്ധ്യാത്, ദൈവത്തിനെ, ഈ വിധിയെ തടയാൻ, തിരുന്ധ്യാത്, ആര് തടയും? ആർക്കും തടയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഥയൻ, ഇതി കഥയൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വബോധാവായിട്ടുള്ള അദ്ദേഹം അത് സഹിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഭട്ടേരിപ്പാട് പറയുകയാണ്, അത് ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് കാരണം? ജിഷ്ണോർഗർവം വിനേതും, ജിഷ്ണുവിൻ്റെ, അർജുനൻ്റെ ഗർവം ഒന്ന് ശമിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതായത് അർജുനന് നല്ല ഇതുണ്ട്, ഗർവുണ്ട്, ഞാൻ വിചാരിച്ച എന്തായാലും സാധിക്കും എന്നുള്ളതായിട്ടൊരു ഗർവുണ്ട്, അതൊന്ന് ശമിപ്പിക്കണം എന്ന് വിചാരിച്ചു. ജിഷ്ണോഹോ ഗർവം വിനേതും, ജിഷ്ണുവിൻ്റെ, അർജുനൻ്റെ ഗർവം ഒന്ന് ശമിപ്പിക്കാനായിട്ടും പിന്നെ എന്താ ഒന്നും കൂടി ഉണ്ടായിരുന്നു വിചാരം. ത്വയി മനുജധിയാ കുണ്ഠിതാം ചാസ്യ ബുദ്ധിം, ത്വയി അങ്ങയിൽ മനുജധിയാ, അങ്ങും കൂട്ടുകാരനാണ്, മനുഷ്യനാണ്, തൻ്റെ സഖിയാണ്, തൻ്റെ ഒപ്പം അമ്മാവൻ്റെ മകനാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ളൊരു വിചാരമുണ്ട് അർജുനന്. തന്നെ അങ്ങോട്ട് ഇതാണ്, ഭഗവാനാണ്, ഓടാവായിട്ടുള്ള ഭഗവാനാണ് ഞാൻ, കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള വിചാരമില്ല. അപ്പം അതുകൊണ്ട് തൻ്റെ ഒരു മനുഷ്യരൂപം ആണ്, മനുഷ്യനാണെന്നേ വിചാരിക്കുന്നുള്ളൂ എന്നൊരു തോന്നല് കൃഷ്ണന്. അപ്പം അങ്ങനെ അതൊന്നും മാറ്റണം എന്ന് വിചാരിച്ചു. മനുരധിയാ ത്വയി കുണ്ഠിതാം, കുറച്ച് അത്ര തന്നെ ഭക്തി ഇല്ലാണ്ടേ ആയിട്ടുണ്ടോ അർജുനന് എന്നൊരു തോന്നല്. അങ്ങനെ കുണ്ഠിതമായിട്ടുള്ള, മങ്ങിയിട്ടുള്ളതായിട്ടുള്ള ആ ബുദ്ധിയെ തത്വാരൂഢാം വിധാതും, അതിനെ കുറച്ചും കൂടി ഒന്ന് കയറ്റി നിർത്തണം. ഇങ്ങനെയാ പോരാ, ആ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള സങ്കല്പം അർജുനന് ഉണ്ടാക്കി കൊടുക്കണം. എന്താ അതിന് വേണ്ടിയിട്ട് വിശ്വരൂപം കാണിച്ചു കൊടുക്കണം. അതായത് ആ വൈകുണ്ഠത്തിലുള്ളതായിട്ടുള്ള ആ സാക്ഷാൽ ഭഗവാനായിട്ടുള്ള ആ രൂപം തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് തീർച്ചയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ്. അതിനാണല്ലോ അർജുനനെ പറഞ്ഞയക്കുന്നുണ്ട്. അർജുനനെ പറഞ്ഞയക്കുകയെന്ന് വെച്ചാൽ അർജുനൻ അപ്പോഴേക്കും തന്നെത്താൻ പുറപ്പെട്ട് ചെയ്യുന്നുണ്ട്, ആ അഹങ്കാരം കൊണ്ട് അങ്ങോട്ട് പുറപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതപ്പോൾ അതിനു വേണ്ടിയിട്ടാണോ എന്ന് കവി സംശയിക്കുകയാണ്. ജിഷ്ണോർഗർവം വിനേതും, ജിഷ്ണുവിൻ്റെ, അർജുനൻ്റെ ആ ഗർവം ഒന്ന് ശമിപ്പിക്കാനും, ത്വയി മനുജധിയാ കുണ്ഠിതാം ച അസ്യ ബുദ്ധിം, ത്വയി അങ്ങയിൽ മനുജനാണ് എന്നുള്ള ബോധത്തോടുകൂടി കുണ്ഠിതമായിരിക്കുന്ന, മങ്ങിയിരിക്കുന്നതായിട്ടുള്ള ആ അർജുനൻ്റെ ബുദ്ധിയെ, തോന്നലിനെ തത്വാരൂഢാം വിധാതും, തത്വാരൂഢമാക്കിയിട്ട് തീർക്കാൻ, ആ ശരിയായിട്ടുള്ള വാസ്തവം അർജുനന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തീർച്ചയാക്കി. അതിനാണോ എന്ന് ത്വയി തത്വാരൂഢാം വിധാതും, എങ്ങനെയാണ് അത് ആ ബോധം ഉണ്ടാവുക? പരമതമപദ പ്രേക്ഷണേന ഇതി മന്യേ, പരമതമപദ പ്രേക്ഷണേന, പരമമായിട്ടുള്ള, പരമതമം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ പദം വൈകുണ്ഠം, ആ വൈകുണ്ഠം അങ്ങോട്ട് പ്രേക്ഷണേന കണ്ടു കഴിയുമ്പോൾ ആ അർജുനൻ്റെ ബുദ്ധിയൊക്കെ മാറും. അതായത് ഈ കൃഷ്ണൻ എന്നുള്ള, കൃഷ്ണൻ്റെ കഴിവ് അപ്പോൾ ഒക്കെ മനസ്സിലാവും. അതായത് ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലായിക്കൊള്ളും. അപ്പം അതിനു വേണ്ടിയിട്ടാണോ ഇതി മന്യേ എന്ന് ഞാൻ കരുതുന്നു. ഈ അർജുനന് ഇത് കാണിച്ചു കൊടുക്കത്ത, അർജുനൻ്റെ ഗർവം ഒന്ന് ശമിപ്പിച്ച് ആ തത്വബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ കരുതുന്നു, മന്യേ എന്ന് പട്ടേരിപ്പാട് പറയുകയാണ് അവിടെ. അപ്പോൾ സന്താനഗോപാലത്തിൽ ആ ബ്രാഹ്മണൻ വന്ന് ദ്വാരകയിൽ വന്ന് കുട്ടിയെ, മരിച്ചു കിടക്കണതായിട്ടുള്ള കുട്ടിയെ മുമ്പിൽ വെച്ചു, കരഞ്ഞു കുറേ. അപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ഭഗവാൻ പറഞ്ഞത് എന്താണ്? ഈ ദൈവം അന്യഥാകർത്തും ആർക്കും സാധിക്കില്ല, വിധിയെ മാറ്റാൻ ആർക്കും സാധ്യമല്ല, അതുകൊണ്ട് സഹിക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ബ്രാഹ്മണനോട്. അത് കഴിഞ്ഞ് അത് കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള
അവിടെ ഉണ്ടായിരുന്നതായിട്ട് അർജുനനാണ് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗെയിമായിട്ട് പുറപ്പെട്ടതൊക്കെ. അപ്പോൾ അർജുനൻ അങ്ങനെ പുറപ്പെടുന്നു നിശ്ചണ്ട്. ആ അർജുനൻ്റെ ഗർവം ഒന്ന് ശമിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് തനിക്ക് അർജുനൻ്റെ തത്വം ഉപദേശിച്ചു കൊടുക്കും വേണം, കാണിച്ചു കൊടുക്കും വേണം എന്ന് തീർച്ചയാക്കിയിട്ടാണോ അദ്ദേഹം അങ്ങനെ ഒന്നും മിണ്ടാണ്ടിരുന്നത്? അല്ലാണ്ട് അദ്ദേഹത്തിന് ഈ ബ്രാഹ്മണൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ളതായിട്ടുള്ള മാർഗം സ്വയം ചെയ്യാൻ സാധിക്കാഞ്ഞിട്ടൊന്നുമല്ല. ഇത് കഴിഞ്ഞ് അർജുനൻ തോറ്റു കഴിഞ്ഞപ്പോൾ സാധിച്ചുല്ലോ. അപ്പോൾ ഭഗവാൻ അതൊക്കെയുള്ള കഴിവുണ്ടാവാഞ്ഞിട്ടല്ല, പക്ഷേ ഇതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയണം. ഗച്ഛന്തിമൂർത്തിരുഭയോർയുഗപന്നികേതമേകേന ഭൂരിവിഭവൈർവിഹിതോപചാര അന്യേന തദ്ദിനഭൃതൈശ്ച ഫലൗദനാദ്യൈസ്തുല്യം പ്രസേദിത ദദാഥ ച മുക്തിമാഭ്യം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. രണ്ടു ഭവനങ്ങളിലെത്തിയൊപ്പമുണ്ടു ഭവാനൊരിടമങ്ങു സമൃദ്ധ സദ്യ. രണ്ടാമനോ ഫലമതന്നു പെറുക്കി നൽകി രണ്ടാൾക്കുമേകിയൊരുപോലെ വരം ച മോക്ഷം. ഭൂയോധ ദ്വാരവത്യം ദ്വിജതനയമൃതിം തൽപ്രലാപാനപിത്വം കോ വാ ദൈവം നിരുന്ധ്യാദിതി കില കഥയൻ വിശ്വവോഢാപ്യസോഢാഃ. ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജധിയാ കുണ്ഠിതം ചാസ്യ ബുദ്ധിം തത്വാരൂഢം വിധാതും പരമതമപദപ്രേക്ഷണേനേതി മന്യേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വീണ്ടും വീണ്ടും മരിച്ചു സുതരഥ നഗരേ എന്നു കേണാർത്ത വിപ്രൻ കണ്ടും കേട്ടും സഹിച്ചു ജഗദധിപതി നീ ചൊല്ലി ദൈവേച്ഛ തന്നെ. പാണ്ഡുപുത്രന്റെ ഡംഭം വെറുമൊരു മനുജൻ മാത്രം അങ്ങെന്ന ബോധം രണ്ടും ഇല്ലാതെയാക്കാൻ പരമപദമതും കാട്ടുവാനെന്നു തീർച്ച. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.